Good afternoon. Okay. ലാസ്റ്റ് സെക്ഷനിലാണ് നമ്മൾ എത്തിയിരുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ മാനേജ്മെന്റിൽ നമ്മൾ കീ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. Okay. Job description or responsibility of hospital quality manager. Hospital quality manager job responsibility എന്തൊക്കെയാണ് അല്ലെ? അതായത് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ല്, ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ല് ക്വാളിറ്റി ഇതിനൊക്കെ എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന് എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞായിരുന്നു. അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി നമ്മുടെ കീ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്ക് എന്താ പറഞ്ഞേ? എൻഷുറിംഗ് ഗുഡ് quality non-clinical services such as infection prevention, security, diet, etc. നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ensuring good quality non-clinical services such as infection prevention, security, diet, ഇതിലൊക്കെ ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി ഉറപ്പുവരുത്തുക. പിന്നെ ensuring clean surroundings, ക്ലീൻ ആയിട്ടുള്ള ഒരു ചുറ്റുപാട് ഉറപ്പുവരുത്തുക. OPD ഏരിയ, വാർഡ്, ലേബർ റൂം, OT, പേഷ്യന്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ് തുടങ്ങിയ ക്വാളിറ്റി തുടങ്ങിയ സറൗണ്ടിങ്സ് അവിടെ നല്ലൊരു ചുറ്റുപാട് ഉറപ്പുവരുത്തുക. ക്ലീൻ സറൗണ്ടിങ്സ് എൻഷുർ ചെയ്യുക. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? പീരിയോഡിക് ഇവാലുവേഷൻ നടത്തുക അല്ലെ. പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ സ്കോറിലേക്ക് എത്തിക്കുക. ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് പീരിയോഡിക് ഇവാലുവേഷൻ നടത്തുക. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ഗ്യാപ്പ് അനാലിസിസ്. Then next, facilitate conduct of meeting related quality certification. Quality certificationുമായി ബന്ധപ്പെട്ട് വരുന്ന മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അത്രയല്ലേ നമ്മൾ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ? 5 പോയിന്റ്സ് ആണല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ദൃശ്യ ഇൻസി 6 പോയിന്റ്. 6ാമത്തെ പോയിന്റ് ആണ് പറയേണ്ടത് എന്നാണ്. ഓക്കെ, അതെ. എന്താണ്? ഫെസിലിറ്റേറ്റ് കണ്ടക്ടിങ് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഈ ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, അത് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. 6th പോയിന്റ് വരെ പറഞ്ഞു. ഓക്കെ, നോക്കി 6ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? എൻഷുറിംഗ് ദാറ്റ് ഹോസ്പിറ്റൽ മീറ്റ് ഓൾ ദ റെഗുലേറ്ററി കംപ്ലൈന്റ്സ് ലൈക്ക് BMW. അതായത് BMW എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് ഓഫ് സ്റ്റോറേജ് ലൈസൻസ്, AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ്, റേഡിയേഷൻ ലൈസൻസ് തുടങ്ങിയ എല്ലാ നിയന്ത്രിതമായിട്ടുള്ള മാനദണ്ഡങ്ങളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട്. റെഗുലേറ്ററി കംപ്ലൈൻസസ് വെച്ചാൽ പാലിക്കുക. ഇതെല്ലാം ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 7ാമത്തെ പോയിന്റ് നോക്കി. Keep a record of non-functional devices and a timeline for its repair along with the AMC for all equipments. Keep a record of non-functional devices. Non-functional devices എന്താണ്? ഫംഗ്ഷൻ ചെയ്യാത്ത ഉപകരണങ്ങൾ അല്ലെ. നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഉപകരണങ്ങളുടെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. അറ്റ് ടൈം ലൈൻ, ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി ഫോർ ഇറ്റ്സ് റിപ്പയറിനായിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. എലോങ് വിത്ത് ഏതിന്റെ ഒപ്പം തന്നെ AMC ഫോർ ഓൾ എക്യുപ്മെന്റ്സ്. AMC എന്ന് പറഞ്ഞാൽ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ആനുവൽ maintenance contract. Annual maintenance contract, AMC. Annual
maintenance contract for all equipments. ഏതിന്റെ ഒപ്പം? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അത് കൂടെ അതിനോടൊപ്പം തന്നെ എല്ലാ എക്യുപ്മെന്റ്സിനും വേണ്ടിയുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉൾപ്പെടെയുള്ള എല്ലാ എക്യുപ്മെന്റ്സിന്റെയും നമുക്ക് എല്ലാ ഡിവൈസിന്റെയും ഇങ്ങനെ നോൺ ഫങ്ഷണൽ ഡിവൈസ് അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുകയും അതിന് ആ റിപ്പയറിന് വേണ്ടി ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്തത് 8ാമത്തെ പോയിന്റ് നോക്കിയേ. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് ടുവേഴ്സ് ദ upliftment, preventive maintenance of equipments and vehicles and modernization of hospitals. Planning and workout modalities എന്ന് പറഞ്ഞാൽ രീതികൾ. modalities രീതികള്. ഓക്കെ, എന്തിനു വേണ്ടി? അപ്ലിഫ്റ്റ്മെന്റ്, അതിന്റെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതാ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് ടുവേഴ്സ് ദ അപ്ലിഫ്റ്റ്മെന്റ്. അതായത് നമുക്ക് അതിന്റെ കുറച്ചും കൂടി ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഉള്ള ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രതിരോധ മെയിൻ്റനൻസ് കാര്യങ്ങള് ഇതിന്റെ എക്യുപ്മെന്റ്സിന്റെ ആൻഡ് വെഹിക്കിൾ ആൻഡ് വാഹനങ്ങളുടെയും ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, അതുപോലെ ഹോസ്പിറ്റലിന്റെ ആസൂത്രണ പ്രവർത്തന രീതികളും ആസൂത്രണം ചെയ്യുക. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് ആസൂത്രണം ചെയ്യുകയും എന്ത് ചെയ്യുക? നടപ്പിലാക്കുകയും ചെയ്യുക. ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക. എന്തിനു വേണ്ടി? അപ്ലിഫ്റ്റ്മെന്റ് ഉന്നമനത്തിന് വേണ്ടിയിട്ട്, പ്രിവെന്റീവ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, എന്തിന്റെ? ഓഫ് എക്യുപ്മെന്റ്സിന്റെ അതിന്റെ കുറച്ചും കൂടിയുള്ള ഉയർച്ചയ്ക്കും പ്രതിരോധ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, അതുപോലെ അതിന്റെ വെഹിക്കിൾ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ ഒരു പുരോഗതിക്കുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക? ആ എക്യുപ്മെന്റ്സുകളുടെ ഇത് നമ്മൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഓക്കെ, പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് അതൊന്ന് നോക്കി വെച്ചാലേ വാഹനങ്ങളുടെയും പ്രതിരോധ എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രതിരോധ അറ്റകുറ്റപ്പണികൾ, അതുപോലെ ഹോസ്പിറ്റലിന്റെ നവീകരണം, മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ നവീകരണമാണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ നവീകരണം, ഹോസ്പിറ്റലിന്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നിവയ്ക്കുള്ള കാര്യങ്ങള് പ്ലാൻ ചെയ്യുകയും അത് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. മനസ്സിലായോ പോയിന്റ്? ആദ്യം നമ്മൾ പറഞ്ഞ എക്യുപ്മെന്റ്സിന്റെ പ്രതിരോധ മെയിൻ്റനൻസിന്, അതിന്റെ അപ്ലിഫ്റ്റ്മെന്റ് ഉയർച്ചയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട്, ആൻഡ് വെഹിക്കിൾസ് വാഹനങ്ങളുടെ ഇതിനൊക്കെ വേണ്ടിയിട്ടും, പിന്നെ ഹോസ്പിറ്റലിന്റെ നവീകരണത്തിനും വേണ്ടിയുള്ള പദ്ധതികള് നമ്മൾ അത് ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്ത നോക്കിയേ. ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ് ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയി ആൻഡ് ദ പേഷ്യന്റ്. ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ് ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം, പരാതി പരിഹാര സംവിധാനം. ാണ് ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം എന്ന് പറയുന്നത്. പരാതി പരിഹാര സംവിധാനം ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്? എംപ്ലോയീസിനും പേഷ്യൻസിനും, സ്റ്റാഫിനും പേഷ്യൻസിനും വേണ്ടിയുള്ള ഈ പരാതി പരിഹാര സംവിധാനങ്ങള് അത് എഫക്റ്റീവ് ഫലപ്രദമാക്കുന്നതിനും അത് സ്ഥാപിക്കുന്നതിനും. എംപ്ലോയീസിനും പേഷ്യൻസിന് വേണ്ടിയുള്ള പരാതി പരിഹാര സംവിധാനങ്ങള് ഫലപ്രദമാക്കുന്നതിനും അത് സ്ഥാപിക്കുന്നതിനും. ഓക്കെ, പിന്നെ അടുത്തതാണ് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ പ്ലാൻസ്. സ്ട്രെങ്തൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ശക്തിപ്പെടുത്തുക. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. Strengthen of hospital management information system. KPI എന്നുള്ളത് എന്താണ്?
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അത് ശക്തിപ്പെടുത്തുക. ഏതൊക്കെ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ഇതെല്ലാം എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക. ആസ് എ റിപ്പോർട്ട് ആക്ഷൻസ് ടേക്ക് പ്ലേസ്. എന്നിട്ട് സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ട് ചെയ്യുക. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ, അത് സ്വീകരിച്ചിട്ടുള്ള പേജ് നമ്പർ ആണോ? മിനുവിനെ ഒന്ന് ഇട്ടു കൊടുത്തേ. മിനു മനോജ് 64. ഓക്കെ, ലാസ്റ്റത്തെ സെക്ഷൻ ആണ് കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്, ഒന്ന് വായിച്ചു വെച്ചാൽ മതി അവിടെ. അടുത്ത നോക്കി, കോർഡിനേറ്റ് ഇൻ അസിസ്റ്റിംഗ് അതോറിറ്റി. അതോറിറ്റിനെ കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കാനായിട്ട് അത് എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുക. കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. ഇൻ അസിസ്റ്റിംഗ് അതോറിറ്റി, അതോറിറ്റിനെ അത് അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക. അതോറിറ്റിനെ വിലയിരുത്തുന്നത്, അത് ഏകോപിപ്പിക്കുക. ഓക്കെ, കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി, അതോറിറ്റിനെ വിലയിരുത്തുന്നത് ഏകോപിപ്പിക്കുക. അടുത്ത് നോക്കിയേ, എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. എംപ്ലോയീസിന്റെ ഗുണനിലവാരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ, എൻഷുർ the employees education, employees-ന്റെ education ഉറപ്പുവരുത്തുക. on quality standards. Ensure the employees education on quality standards. Employees-ന്റെ ഗുണനിലവാര നിയന്ത്രണത്തിനുള്ള education ഉറപ്പുവരുത്തുക. Ensure the employees education on quality standards. അടുത്ത നോക്കിയേ, responsible for framing and organize the hospital committee. എന്തിനുള്ള ഉത്തരവാദിത്വമുണ്ട്? ഫ്രെയിം ചെയ്യാൻ, രൂപീകരിക്കാന്, ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ഹോസ്പിറ്റൽ കമ്മിറ്റി രൂപീകരിക്കാനും ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കാനും ഉത്തരവാദിത്വമുണ്ട്. ആർക്ക്? ക്വാളിറ്റി മാനേജറിന്റെ. ഈ ജോബ് റെസ്പോൺസിബിലിറ്റി അല്ലേ ക്വാളിറ്റി? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഹോസ്പിറ്റൽ കമ്മിറ്റികള് ഫ്രെയിം ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ലാസ്റ്റത്തെ സെന്റൻസ്, who is responsible for framing and organize the hospital committee. അതൊന്ന് നോട്ട് ചെയ്തു പ്രത്യേകം, അതവിടെ കൂട്ടി ചോദിക്കാം കേട്ടോ. ഓക്കെ, 13 പോയിന്റ്സ് ആണ്. അത് ഞാൻ ഇനി ഇപ്പൊ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്നോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ 13ാമത്തെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കി വെച്ചോടെ, അവിടെ 3 ഇട്ട് ചോദിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അത്രയും നോക്കി വെച്ചാൽ മതി. ആ ഒരു ചാപ്റ്റർ അത്രയേ ഉള്ളൂ അത്. അപ്പൊ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾക്ക് ആ ഫോർമുലാസ് നമ്മൾ ടിക്ക് ഇട്ടത് നിങ്ങൾ അത് നോക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ഫോർമുലാസ് നമ്മൾ പറഞ്ഞില്ലേ, എന്താ പറയാ, അത് ഡിവൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്റർ തരാം, ഇൻറ്റു ഡിവൈഡ് എന്നുള്ളത് ഇൻറ്റു ആക്കി തരാം. ആ രീതിയിൽ ആ ഫോർമുലയൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ അതേ രീതിക്ക് തന്നെ നിങ്ങൾ അത് നോക്കി വെക്കുക. ഫോർമുല നമ്മൾ ടിക്കറ്റ് വെച്ചാണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്കത്? ഓക്കെ അല്ലേ? ഫോർമുലാസ് ആർക്കെങ്കിലും വേണോ? അത് നമ്മൾ ഇമ്പോർട്ടന്റ് ടിക്കറ്റ് വെച്ചു അത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ആണ് അല്ലെ? നമ്മൾ ഓരോ പേജസ് കഴിയുമ്പോഴും ഒന്നുകൂടി നമ്മൾ പറഞ്ഞു പോയിട്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഇതാണ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സിമ്പിൾ ചാപ്റ്റർ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. എത്രാമത്തെ ചാപ്റ്റർ ആണ് നിങ്ങളുടെ ടെക്സ്റ്റില്? 5ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഓക്കെ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ ഗ്യാസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പൈപ്പ് ലൈൻ പോലെ
നമ്മള് ഗ്യാസുകള്, ഓക്സിജൻ ഗ്യാസ്, സിലിണ്ടർ. ഇപ്പൊ അധികം നമുക്ക് സിലിണ്ടർ സപ്ലൈ അല്ല ഇപ്പോ ശരിക്കും. നമ്മള് ഹോസ്പിറ്റലിൽ ഇപ്പോ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കിടക്കുമ്പോ ആ പേഷ്യന്റിന്റെ ബെഡിന്റെ അടുത്ത് തന്നെ നമുക്ക് ഓക്സിജൻ വലിയ കുറ്റി ഓക്സിജൻ സിലിണ്ടർ കൊണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ അവർക്ക് ആ ഒരു എയറേഷൻ ഓക്സിജൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഫുള്ള് ഏതാ പൈപ്പ് ലൈൻ സിസ്റ്റം ആണ്. ജസ്റ്റ് നമ്മളിങ്ങനെ പൈപ്പ് ലൈനിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. ഫിറ്റഡ് ആയിട്ട് ഐസിയില് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ആ ഒരു വലിയൊരു കുറ്റി അങ്ങനെ അത് വേണ്ട. ഒരു സെൻട്രൽ പൈപ്പ് ലൈനിൽ നിന്നാണ് ഇത് നമ്മുടെ ഓരോ പേഷ്യന്റിന്റെയും അല്ലെങ്കിൽ നമ്മുടെ അവർക്കുടെ ആ ഒരു ബെഡിന്റെ അടുത്തേക്ക് എത്തിച്ചേക്കുന്നത്. അവര് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ ഇത്തിരി കൂടി സ്പെഷ്യൽ കെയർ കൊടുത്ത ഐസിയില് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പൈപ്പ് ലൈനിൽ കൂടിയാണ് അത് ജസ്റ്റ് അത് ട്യൂബ് വെച്ചിട്ട് നമുക്കത് കണക്ട് ചെയ്യുള്ളൂ ഗ്യാസുകള്. ഈ മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ എന്താണ്? മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. അതാണ് ആ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞേക്കുന്നത്. കണ്ടോ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. Gases are used, medical gases used for medical procedure. Gases that are used for medical procedure. Medical procedure ന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഇത് മെഡിക്കൽ ഗ്യാസ് പറയുന്നത്. ഓക്കെ, gases that are used during medical procedure. മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ്, അതാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഗ്യാസുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ, മെഡിക്കൽ എയർ, ഇങ്ങനെ കുറെ ഗ്യാസുകൾ പഠിക്കാനുണ്ട്. എവിടേക്കാണ്, എന്ത് ട്രീറ്റ്മെന്റിലൊക്കെയാണ് ഓരോ ഗ്യാസുകൾ ഉപയോഗിക്കുന്നത്, ഓരോ ഗ്യാസുകളും അതിന്റെ കളർ കോഡുകളും പഠിക്കാനുണ്ട്. അപ്പൊ അത് വെക്കുന്ന ഓരോ സിലിണ്ടറിലും നമുക്ക് അതനുസരിച്ചുള്ള കളർ കോഡുകൾ ഉണ്ടോ, ആ ഓരോ ഗ്യാസിന്റെയും കളർ കോഡുകളും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു ടേബിൾ അവിടെ ഉണ്ട്. ആ ഒരു ടേബിളിൽ നമുക്ക് ഓരോ ഗ്യാസുകളും കളർ കോഡുകളും തന്നിട്ടുണ്ട്. ഇത്ര അങ്ങോട്ട് നമ്മൾ നീങ്ങി കഴിയുമ്പോൾ ഓരോ ഗ്യാസുകൾ നമ്മൾ പഠിച്ച് ജസ്റ്റ് അത് കഴിഞ്ഞ് ഇവിടെ ഓരോ ടേബിളും കളർ കോഡും അത് നിങ്ങൾ പഠിക്കണം. അത് എക്സാമിൽ ചോദിക്കും, ഓരോ ഗ്യാസിന്റെയും കളർ കോഡുകൾ. നമുക്ക് ചാപ്റ്റർ നോക്കാം. എന്താണ് നമ്മള് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ എന്താണ്? മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ്. ഗ്യാസസ് that are used during medical procedure is called medical gases. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വേണമെങ്കിൽ കേട്ടോ. Gases that are used during medical procedure. മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഇത് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. Gases that are used for medical procedure, ഇതാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Medical gases are gases administered to patient. ആർക്ക് കൊടുക്കുക? അഡ്മിനിസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നൽകുക. ആർക്ക് കൊടുക്കുന്ന ഗ്യാസ് ആണ്? പേഷ്യൻസ്. പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അവിടെ ചോദിക്കാം, മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു ഡാഷ്. ആർക്ക് ഓപ്ഷൻ? പേഷ്യൻസ്, നേഴ്സ്, സ്റ്റാഫ്, ഡോക്ടർ. ആരാണ് ആർക്ക് കൊടുക്കുന്ന ഗ്യാസ് ആണെന്ന് പറഞ്ഞേ? അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യൻസ്. പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസസ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യന്റ്. പേഷ്യന്റിന് കൊടുക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആർ ഇൻക്രീസിംഗ്ലി turning out to be an essential requirement in a hospital in same way that other necessary services and utilities like electricity, water, air conditioning. അപ്പോൾ ഈ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലാണ്. It is an essential requirement. ഹോസ്പിറ്റലില് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതില്ലാതിരിക്കാൻ പറ്റൂല.
ഹോസ്പിറ്റലിന്റെ നോർമലി ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് നമുക്ക് ഈ ഗ്യാസുകളെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റൂല. അതെന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ആണ്, അത്യാവശ്യമായിട്ടുള്ളതാണ്. ഹോസ്പിറ്റലില് നമുക്ക് എന്താണ് വർക്കിങ്ങിന് അത്യാവശ്യമായിട്ടുള്ളത് തന്നെയാണ് ഈ മെഡിക്കൽ ഗ്യാസുകൾ എന്ന് പറയുന്നത്. ഇൻ സെയിം വേ ദാറ്റ് അതർ നെസസറി സർവീസ്. അപ്പൊ മറ്റ് നെസസറി സർവീസ് ഏതാ? ആൻഡ് യൂട്ടിലിറ്റീസ്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? വർക്ക് ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ കറണ്ട് ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. കറണ്ട് ഇല്ലാതെ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി വേണം. വാട്ടർ, വെള്ളം ഇല്ലാതെ പറ്റുമോ? എയർ കണ്ടീഷനിങ് അല്ലെ? ഇതൊക്കെ ഇല്ലാതെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത്യാവശ്യമായിട്ടുള്ള സർവീസുകൾ തന്നെയാണ് അല്ലെ? നെസസറി സർവീസ് ആണ് ഹോസ്പിറ്റലിലെ അത്യാവശ്യമായിട്ടുള്ള സർവീസുകളാണ് ഏത്? ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷനിങ്. അതിനോടൊപ്പം തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് ഏത്? മെഡിക്കൽ ഗ്യാസുകളും. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ്. അപ്പൊ അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഏത്? മെഡിക്കൽ ഗ്യാസുകള്. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയർ. എന്താ നമ്മൾ പറഞ്ഞില്ലേ? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയർ. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. ആർ യൂസ്ഡ് ഫോർ. ഈ മെഡിക്കൽ ഗ്യാസുകൾ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ അനസ്തേഷ്യക്ക് and some for driving medical ഡിവൈസുകൾ ഡ്രൈവ് ചെയ്യാൻ. ഏതാ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസുകള്? ഏതാ മെഡിക്കൽ ഡിവൈസുകള്? വെന്റിലേറ്റർ, ഇതൊക്കെ നമ്മള് ഗ്യാസ് അല്ലേ? അതായത് ഓക്സിജൻ അല്ലെ? പേഷ്യൻസിന് സപ്പോർട്ട് കൊടുക്കുന്നല്ലേ? മറ്റുള്ള മെഡിക്കൽ ഡിവൈസുകള്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല മെഡിക്കൽ പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്നുണ്ട്. ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി തുടങ്ങിയ പ്രൊസീജിയറിൽ അല്ലെ? ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടുള്ള, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തവർക്ക് അറിയാലോ, വയറൊക്കെ ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിട്ടല്ലേ ചെയ്യണത്. അപ്പൊ ഏതാ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് വയറൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് നിർത്താനായിട്ട്. അപ്പൊ അത് വയറിങ്ങനെ ഓൾറെഡി എൻഡോസ്കോപ്പി വയറിങ്ങനെ വീർപ്പിച്ച് നിർത്തിയിട്ടാണ് നമ്മളത് നോക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് അവിടെ നമ്മൾ ഗ്യാസ് വേണം. ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓരോ ഗ്യാസുകളും ഏതിനൊക്കെ ഉപയോഗിക്കണേന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് താഴെ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊസീജിയർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അനസ്തേഷ്യക്ക്, മെഡിക്കൽ ഡിവൈസസ്, ടൂൾസ് ഇതൊക്കെ പ്രവർത്തിക്കാനൊക്കെ ആയിട്ട്, സർജിക്കൽ ടൂൾസ് പ്രവർത്തിക്കാൻ, വെന്റിലേറ്റർ തുടങ്ങിയ ഡിവൈസുകളെ ടൂൾസ് ഒക്കെ പ്രവർത്തിപ്പിക്കാനും മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ നോക്കിയേ. ഫസ്റ്റത്തെ എന്താ പറഞ്ഞേ? മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു ആർക്ക് കൊടുക്കുന്നതാണ്? പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. പിന്നെ യൂസ്ഡ് ഇൻ മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ എന്തിനു ഉപയോഗിക്കുന്ന ഗ്യാസ് ആണെന്ന് പറഞ്ഞേ? മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ്. ഇനി ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്തൊക്കെയാണ്? യൂസ്ഡ് ഫോർ എന്തിനൊക്കെ? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അനസ്തേഷ്യ, സം ഫോർ ഡ്രൈവിംഗ്. ചില മെഡിക്കൽ ഗ്യാസുകൾ മെഡിക്കൽ ഡിവൈസുകൾ ടൂൾസ് ഡ്രൈവ് ചെയ്യാൻ, പ്രവർത്തിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ഓരോ ഗ്യാസുകളും നമുക്ക് ഏതിനൊക്കെയാന്നുള്ളത് നമുക്ക് അടുത്ത് പഠിക്കാം കേട്ടോ. നോക്കിയേ, മെഡിക്കൽ ഗ്യാസസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. ഇനി എവിടേക്കാണ് ഈ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റലിലെ ഏതെല്ലാം ഏരിയകളിലാണ് മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നത്? എവിടേക്കാ നോക്കിയേ. ദ ഡിപ്പാർട്ട്മെന്റ്സ് that use medical gases in hospital consist of എവിടേക്കാണ്? റൂമുകളില് റിക്കവറി റൂം എന്താ? ഏതാ? സർജറി ഒക്കെ കഴിഞ്ഞ് നേരെ പേഷ്യന്റിനെ ഒബ്സർവേഷൻ റൂം, റിക്കവറി റൂമിലേക്കല്ലേ? പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂം. ഓക്കെ, വെരി ഗുഡ്. സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് പേഷ്യന്റിനെ എന്താണ്? റിക്കവറി റൂമിലേക്ക്, ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റുന്നത്. റിക്കവറി റൂം. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷൻ ഏരിയാസ്.
ഒബ്സ്ട്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസവ ചികിത്സ അല്ലെ? ഗൈനക്കോളജി വാർഡ്സ്, ICU intensive care unit, general wards, gynecology wards, ICU, general wards. ഇവിടെയൊക്കെ ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഏതൊക്കെ ഏരിയകളിലാണ് ഉപയോഗിക്കുന്നത്? The department that use medical gas in hospital consists of recovery room, diagnostic procedure and intervention areas, രോഗനിർണയ ഏരിയകളിലെ intervention areas, obstetrics and gynecology wards, ICU, general wards. ഈ ഏരിയകളിലെല്ലാം മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. Equipment is connected to the medical gas pipeline system by station outlet. നോക്കി ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഇപ്പതേ കണ്ടോ, അവിടെ ഒരു പിക്ചർ കണ്ടിട്ടില്ലേ? അതായത് നമുക്കൊരു പൈപ്പ് ലൈനിൽ കൂടിയാണ് ഇത് വരുന്നത്. ഒരു പൈപ്പ് ലൈനിൽ കൂടിയാണ് എന്നിട്ട് അവിടെ നിന്ന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കുന്നത്. ആ എയർ നമുക്ക് പുറത്തേക്ക് എടുക്കുന്ന അതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്ലഗ് കുത്തുന്ന ഒരു ഇതില്ലേ, ബോർഡ്, അതുപോലെയുള്ളത് നമുക്ക് ഏതാണ് എയർ പുറത്ത് എയർ നമുക്ക് പുറത്തേക്ക് എടുക്കുന്നതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. എക്യുപ്മെന്റ്സിനെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം ആയിട്ട് സ്റ്റേഷൻ ഔട്ട്ലെറ്റ് വഴി എക്യുപ്മെന്റ്സ് സ്റ്റേഷൻ ഔട്ട്ലെറ്റ് വഴി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എക്യുപ്മെന്റ്സിനെ ഈ പൈപ്പ് ലൈനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് എടുക്കുന്നതാണ്. ആ എക്യുപ്മെന്റിലേക്ക് വരണ്ടേ? ആ പൈപ്പ് ലൈനിൽ നിന്ന് എക്യുപ്മെന്റ്സിലേക്ക് വരുന്നത്, അതിന് പുറത്തേക്ക് എടുക്കുന്നതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. എക്യുപ്മെന്റ്സുകൾ ഓരോ എക്യുപ്മെന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ, എൻഡോസ്കോപ്പി ചെയ്യാനാണ് ആ ഒരു എക്യുപ്മെന്റ്സ്. അത് ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ആ പൈപ്പ് ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ആ പൈപ്പ് ലൈൻ അത് ഏതാ ഓരോ ഗ്യാസുകളും ഓരോന്നിനും ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് ലാപ്രോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു പൈപ്പ് ലൈൻ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന പൈപ്പ് ലൈനിലേക്ക് ഈ ഔട്ട്ലെറ്റ് വഴി കണക്ട് ചെയ്തേക്കുക, എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്തേക്കുക. അല്ലാതെ നേരെ ഇതല്ല, അത് ആ പൈപ്പ് ലൈനിലേക്കാണ് ഓരോ എക്യുപ്മെന്റ്സുകളും ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, പൈപ്പ് ലൈനിൽ കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെ ഓരോന്നിനും ഓരോ സിലിണ്ടർ കൊണ്ടുവന്ന് അടുത്ത് വെക്കുന്ന ആ ഒരു ഇതല്ല. മൊത്തം എന്താണ് സെൻട്രൽ പൈപ്പ് ലൈൻ കൂടിയാണ്, സെൻട്രലൈസ്ഡ് ആണ്. ഒരു സെന്ററിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിലും കൂടെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ റൂമിലൊക്കെ ഇങ്ങനെ പൈപ്പുകൾ ഇങ്ങനെ പോയിരിക്കുന്നത്. ഇതൊക്കെ ഓരോ ഗ്യാസുകൾ പോകുന്നേറ്റ് ഇതാണ് കേട്ടോ. അവിടെ കണ്ടോ നിങ്ങൾ? ആ പിക്ചർ കാണിച്ചേണ്ട അവിടെ ഏതൊക്കെ ഏരിയകളിലാണ് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് അത് നോട്ട് ചെയ്തോട്ടോ. ഇനി നോക്കിയേ, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം. ഇനി മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന വാക്വം എന്ന് പറഞ്ഞാൽ എന്താ? വാക്വം നമ്മൾ പഠിക്കാൻ കേട്ടോ, നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വാക്വം സിസ്റ്റം. വാക്വം സിസ്റ്റം ആയിട്ട് അതിനകത്ത് വരുന്ന വാക്വം സിസ്റ്റം. ഇപ്പൊ നമ്മള് ഡെന്റലൊക്കെ പോകുമ്പോ, ഇപ്പൊ നമ്മള് ഡെന്റലിൽ വല്ല റൂട്ട് കനാലോ ഇതൊക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് വായില് വെള്ളം വരുമ്പോ നമുക്ക് അപ്പൊ തന്നെ തുപ്പിക്കളയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യം വായിൽ വെള്ളം നിറയുമ്പോ തുപ്പിക്കളയാൻ പറ്റുമോ? അപ്പൊ അവിടെ നമ്മുടെ ഇതൊക്കെ എന്ത് ചെയ്യാ? സക്ക് ചെയ്തെടുക്കുക. വാക്വമാണ് അവിടെ ഉപയോഗിക്കുന്നത്. വാക്വം സിസ്റ്റം ആണ്. അത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ ആണ്. സ്കാവെഞ്ചിങ് അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം. സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കാതെ വൃത്തിയാക്കുക. വാക്വം സിസ്റ്റം, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. നെക്സ്റ്റ്, ഇനി ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസുകളാണ് ഗൈനക്കോളജി. ഓക്കെ, ശരിയാണ്. ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. മെഡിക്കൽ എയർ, അതിന്റെ കളർ കോഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ബ്ലാക്ക് വൈറ്റ് ഇതാണ് മെഡിക്കൽ എയറിന്റെ കളർ കോഡ് കേട്ടോ. ടേബിളിൽ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ടേബിളിൽ ലാസ്റ്റ് ഉണ്ട് അവിടെ മെഡിക്കൽ എയർ.
ഇനി എന്താണ് മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ? മെഡിക്കൽ എയർ ഈസ് എ മിക്സർ ഓഫ് ഗ്യാസസ്. ഒരു മിക്സർ, ഒരു ഗ്യാസിന്റെ ഒരു മിക്സർ ആണ്. പ്രധാനമായിട്ടും അത് നൈട്രജൻ ഓക്സിജൻ ഗ്യാസിന്റെ മെയിൻ ആയിട്ട് അതിനകത്തുള്ളതാണ് മെഡിക്കൽ എയറിൽ. നൈട്രജൻ ഓക്സിജൻ ഗ്യാസിന്റെ ഒരു മിക്സർ ആണ്. ഓക്കെ, അതാണ് ഇത് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. മെഡിക്കൽ എയർ അതായത് ഹോസ്പിറ്റലിലും അവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കി ഒന്ന് വായിച്ചിട്ട് പറയാം. മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ used in hospitals and healthcare facility to distribute medical gas. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലും മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു കംപ്രസ് ചെയ്ത വായുവിന്റെ ഒരു ശുദ്ധമായ സപ്ലൈ ആണ്. ക്ലീൻ സപ്ലൈ ഓഫ് എയർ. എങ്ങനെ? കംപ്രസ്ഡ് എയർ, എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. അതാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇതാണ് ചെയ്തത്. ഡാഷ് മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. ഒരു ശുദ്ധീകരിച്ച എയർ ആണ്. സ്ക്രീൻ കാണുന്നില്ലേ ഇത്ര നേരമായിട്ട്? നെറ്റിന് വല്ല പ്രശ്നമുണ്ടോ? ടെസ്റ്റ് നെട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണെന്നല്ലോ. ക്ലാസ് തുടങ്ങി ഇത്ര നേരമായില്ലേ? കാണാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്ന് വേഗം ഒന്ന് ജോയിൻ ചെയ്ത് നോക്കി. ഓക്കെ ആണോ നോക്കി? ഓക്കെ ആണ്. അതിലേക്കായിരുന്നു കാണാൻ പറ്റാത്ത മണിക്കണ്ഠൻ. മണികണ്ഠൻ. ഓക്കെ, അപ്പൊ നോക്കിയപ്പോ നമ്മൾ എന്താ പറഞ്ഞ? മെഡിക്കൽ എയർ എന്ന് പറഞ്ഞതാണ് ഇറ്റ്സ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. Clean supply of compressed air used in hospitals and healthcare facility to distribute medical gas. Medical gas വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും ഉപയോഗിക്കുന്ന ഒരു എയർ, ക്ലീൻ സപ്ലൈ, ക്ലീൻ ശുദ്ധീകരിച്ച ഒരു എയർ, അതാണ് മെഡിക്കൽ എയർ. അത് ഒരു ഇതല്ല, മിക്സർ ഓഫ് ഗ്യാസസ് ആണ്. പ്രധാനമായിട്ടും അതിലുള്ളത് ഓക്സിജനും നൈട്രജനുമാണ്. മെഡിക്കൽ എയറിൽ കൂടുതലായിട്ടുള്ളത് ഓക്സിജനും നൈട്രജനും, അതിന്റെ ഒരു മിക്സർ ആണ്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. കണ്ടോ, ഒരു പൊടിപടലും ഒന്നും ഉണ്ടാവില്ല. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച എയർ ആണ്. ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ, ശുദ്ധീകരിച്ച എയർ ആണ്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. പൊല്യൂഷൻ ഇല്ല, പാർട്ടിക്കിൾസ് വേറെ ഡർട്ടി പാർട്ടിക്കിൾസ് അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഹാസ് നോ ഓയിലോ ഓർ ഓഡേഴ്സ്. ഗന്ധമൊന്നുമില്ല, മണമൊന്നുമില്ല അതിന്. And is trying to block water built up in a facility pipeline. എന്താണ് വാട്ടർ കെട്ടിക്കിടക്കുന്നത് ബ്ലോക്ക് ചെയ്യാനായിട്ട്, പൈപ്പ്ലൈനിൽ വെള്ളം നമ്മൾ കെട്ടിക്കിടക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്. ഡ്രൈ ആണ്. ഇറ്റ് ഈസ് ഡ്രൈ to block out built up in the facility pipeline. Then when a patient is in the operating room, whether it is an emergency or not, emergency ആണെങ്കിലും അല്ലെങ്കിലും, പേഷ്യന്റ് ഓപ്പറേഷൻ റൂമിലാണ് എങ്കിലോ എമർജൻസി ആയിട്ടോ അല്ലെങ്കിലോ, സർജൻ ഡിപ്പെൻഡ്സ് ഓൺ മെഡിക്കൽ എയർ. സർജനിന്റെ മെഡിക്കൽ എയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മെഡിക്കൽ എയർ കംപ്രസർ ഇതിനു വേണ്ടി ടു കീപ് എ പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്. ഇപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിൽ ആകുമ്പോൾ എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും സർജറിയിൽ മെഡിക്കൽ എയർ കംപ്രസർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? പേഷ്യന്റിന് നല്ല സുഖപ്രദമാകാൻ വേണ്ടി, പേഷ്യന്റിന് നല്ല ബ്രീത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ എയറിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സർജൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മള് നല്ല നമ്മുടെ എയർ അത് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ എന്താ ആ രോഗി, ആ പേഷ്യന്റ് കെയർ ഏരിയ, ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? അത് ഒരു കംപ്രസർ, എയർ കംപ്രസർ ഉപയോഗിച്ചിട്ട് മെഡിക്കൽ എയർ വിതരണം ചെയ്യുക. എയർ കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് ആ പേഷ്യന്റിന്റെ ആ ഒരു ഏരിയയിലേക്ക് ഇത് ചെയ്യാണ്, മെഡിക്കൽ എയർ വിതരണം ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം.
ഫസ്റ്റ് സെന്റൻസ് ഡാഷ് മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. അത്രയും കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കുക എന്താണ് മെഡിക്കൽ എയർ ആണ്. ഇനി അടുത്തത് അതിന്റെ പ്രത്യേകത എന്താ? ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. പൊല്യൂഷൻ പാർട്ടിക്കിൾസ് ഫ്രീ ആണ്. ഓയിൽ ഇല്ല, ഹാസ് നോ ഓയിൽ ഓഡേഴ്സ്, ഗന്ധമില്ല, ഓയിൽ ഇല്ല. ആൻഡ് ഈസ് ഡ്രൈ, ഡ്രൈ ആണ്. ടു ബ്ലോ വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റി പൈപ്പ്ലൈൻ. ആ മൂന്ന് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. പൊല്യൂഷൻ പാർട്ടിക്കിൾസ് ഫ്രീ, ഓയിൽ ഹാസ് നോ ഓയിൽ ഓർ ഓഡേഴ്സ്, കളറോ അല്ലെങ്കിൽ ഗന്ധോ ഇതൊന്നും ഇല്ല. കളറല്ല, ഗന്ധമില്ല. അത് അതായത് നമ്മള് അത് ഈ എന്താണ് ഹോസ്പിറ്റലുകളും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും പേഷ്യന്റിന് നല്ലൊരു ബ്രീത്തിങ്ങിന് അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കീപ്പ് ചെയ്യാനായിട്ട് എയർ കംപ്രസർ ഉപയോഗിച്ചിട്ട് ആ മെഡിക്കൽ എയർ ആ ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിടണം. പിന്നെ അതിനകത്ത് പൊല്യൂഷൻ പാർട്ടിക്കിൾസ് ഫ്രീ ആണ്, നോ ഓയിൽ ഓർ ഓഡേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിൽ നോക്കി വെക്കാം. മെഡിക്കൽ എയർ അതിന്റെ നമ്മൾ കളർ കോഡ് എന്താ പറഞ്ഞത്? വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, അതാണ് മെഡിക്കൽ എയർ കളർ കോഡ് എന്ന് പറയുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് അത് ഇരിക്കുന്നതിന്റെ കളർ കോഡ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് ഈ അത് ഓരോന്നും കീപ്പ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ എല്ലാ പൈപ്പുകളും ഒരേപോലെയാണെങ്കിൽ നമുക്ക് ഏത് ഗ്യാസ് ആണെന്ന് അറിയാൻ പറ്റൂല്ലോ. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാനാണ് ഓരോ കളർ കോഡുകൾ വെച്ചേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഡിക്കൽ എയർ ആയിരിക്കും. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി നെക്സ്റ്റ് ആണ് നോക്കിയേ, ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇപ്പൊ ഇതിന്റെ സിലിണ്ടർ ആണെങ്കിലും നമുക്കത് ചിലപ്പോ നിങ്ങൾ സിലിണ്ടറിൽ വലിയ ഇതായിട്ട് ഇരിക്കുന്നതാണെങ്കിലും അതിനും ഈ കളർ കോഡുകൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് ഓക്സിജന്റെ അവിടെ കളർ കോഡ് പറയുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ആണ് ഓക്സിജന്റെ. ഇനി oxygen, a medical gas required in every healthcare setting and is used for resuscitation and inhalation therapy. ഇവിടെ ചോദിക്കും which medical gas is used for resuscitation and inhalation therapy. പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് ഇൻഹലേഷൻ ശ്വസനം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏത് ഗ്യാസ് ആണ് കൊടുക്കണേ? ഏത് ഗ്യാസ് ആണ്? റെസ്പിറേഷന് ബുദ്ധിമുട്ടുണ്ട്, ഏത് ഗ്യാസാ? എയർ ആണ്, ഓക്സിജൻ ആണല്ലേ. ഏതാണ് കൊടുക്കുന്നത്? ഓക്സിജൻ. നമുക്ക് വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ നമുക്ക് മാസ്കുകൾ ഇത് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ ഓക്സിജൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പുനരുജ്ജീവനത്തിന് ശ്വസന സംബന്ധമായ ഇൻഹലേഷൻ തെറാപ്പി ഇതിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ഗ്യാസ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. എവരി ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ഈസ് യൂസ്ഡ് ഫോർ മെഡിക്കൽ ഗ്യാസ് റിക്വയർഡ്. ഓക്സിജൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്സിജൻ മെഡിക്കൽ ഗ്യാസ് റിക്വയർഡ് ഇൻ എവരി ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. അണ്ടർലൈൻ ചെയ്തിട്ടോ. റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി, പുനരുജ്ജീവനം, ശ്വസന സംബന്ധമായിട്ടുള്ള തെറാപ്പി, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജന്റെ കളർ കോഡ് ഏതാണ്? വൈറ്റ് ആണ്. വൈറ്റ്. It can be used for medical condition like COPD. COPD പഠിച്ചിട്ടുണ്ടല്ലോ. COPD chronic very good, chronic obstructive pulmonary disease. നിങ്ങൾ ഏതാണ് നമ്മുടെ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ? മെഡിക്കൽ ടെർമിനോളജിയിൽ അബ്രിവേറ്റഡ് ഫോംസ് ആയിട്ട് COPD പഠിച്ചിട്ടില്ലേ? എക്സ്പാൻഷൻ അബ്രിവേറ്റഡ് ഫോം ആയിട്ട് പഠിച്ചിട്ടുണ്ട്. COPD ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. അവിടെ നോക്കണമെന്നില്ല. ഇതെന്താ? ഒരു കൂട്ടം ലങ് ഡിസീസ് ആണ്. ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ്. നമ്മുടെ എയർ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുന്നു അല്ലെ, നമുക്ക് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നു. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്, COPD. നെക്സ്റ്റ് ആണ് സൈനോസിസ്. സൈനോസിസ്, CYANOSIS, സൈനോസിസ്. അത് എന്ന് വെച്ചാൽ നമ്മുടെ ആ സ്കിന്നിന്റെ കളറ് മാറുന്ന കേട്ടോ. സ്കിന്നിന് ബ്ലൂയിഷ് കളർ ആവുകയാണ് സ്കിന്നിന്. അതാണ്
പിന്നെ സ്കിന്ന് മാത്രമല്ല ലിപ്സ്, ചുണ്ടുകള്, പിന്നെ നെയില്, നഖത്തിന്, സ്കിന്നിന് ഇതൊക്കെ ആ കളർ ചേഞ്ച് വരുന്നതാണ് സൈനോസിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഓക്സിജന്റെ ഷോർട്ടേജ് കൊണ്ട്. അവർക്ക് ബോഡിയിലെ ബ്ലഡിലെ ഓക്സിജന്റെ കുറവൊക്കെ ആണെങ്കിൽ നോർമലി അവരുടെ സ്കിന്നിന്റെ ഓക്സിജന്റെ കുറവുണ്ട്. സ്കിന്നിന്, ലിപ്സില്, നെയിൽസില് ഇതൊക്കെ ഒരു കളർ ചേഞ്ച് മാറാം, ബ്ലൂയിഷ് കളർ ആകാം. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഏത് ഗ്യാസ് നമ്മൾ കൊടുക്കണം? ഓക്സിജൻ ഗ്യാസ്. ഓക്സിജന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് അല്ലെ. അടുത്ത് നോക്കിയ ഷോക്ക്. സിവിയർ ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തസ്രാവം അല്ലെ, ഹെമറേജ്. പിന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങള്, ട്രോമ, കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, ഹൃദയ സംബന്ധമായിട്ടുള്ള ഇങ്ങനെ ബുദ്ധിമുട്ട്. നെക്സ്റ്റ് നോക്കിയ റെസിസ്റ്റേഷൻ, പുനരുജ്ജീവനം, ആൻഡ് ലൈഫ് സപ്പോർട്ട്. മറ്റു നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ. റെസ്പിറേറ്ററി അറസ്റ്റ്, റെസ്പിറേറ്ററി ഫെയിലിയർ തന്നെയാണ് കേട്ടോ. നമുക്ക് ബ്രീത്തിങ് നോർമൽ ആവില്ല, ബ്രീത്തിങ് സ്റ്റോപ്പ് ആവുന്ന ഒരവസ്ഥ, അതാണ് റെസ്പിറേറ്ററി അറസ്റ്റ്. കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അതായത് നമുക്ക് നോർമലി നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടും, അതാണ് പറഞ്ഞേക്കുന്നത്. It's a medical event where the ability of the person is to breathe stop. The person is breathe stop. Respiratory failure ആണ്. Respiratory failure. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, respiratory failure. Resuscitation and life support. അപ്പൊ ഇത്രയും ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഓരോന്നും നമുക്ക് എടുത്ത് ചോദിക്കാം. അതായത് which medical gas is used to treat COPD? ഈ ഒരു കണ്ടീഷൻ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏത് ഗ്യാസ് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ. സൈനോസിസ്, ആ ഒരു അവസ്ഥയിൽ ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, cardiovascular and respiratory arrest, resuscitation and life support. സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ഗ്യാസ്. അപ്പൊ ഇതിന്ന് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതിൽ ഓരോന്നിനും which മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ എന്താന്ന് വെച്ചാൽ അവിടെ തരാം. ആ രീതിയിൽ ചോദിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞത് ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ ഗ്യാസ് ആണ്. അത് എന്തിനു വേണ്ടിയാ? മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയ ഈസ് യൂസ്ഡ് ഫോർ റിസസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി, പുനരുജ്ജീവനത്തിന് അല്ലെ. പുനരുജ്ജീവനം ഇപ്പൊ നോർമലി അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റൂല, ആള് എന്താ പറയാ, പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റുമോ? അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമ്മൾ ആ ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് ഇൻഹലേഷൻ, ശ്വസന സംബന്ധമായിട്ടുള്ള തെറാപ്പികള്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. ഒന്ന് നോക്കി വെച്ചേ, ഇതാണ് റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. Which gas is used for resuscitation and inhalation therapy? ഓരോന്നും പഠിക്കുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതാണ് റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി? ശ്വസനം നമുക്കറിയാലോ. ഏതാണ്? ഓക്സിജൻ. നമുക്ക് ശ്വസിക്കുന്ന ഗ്യാസ് ഏതാ? ഓക്സിജൻ ഗ്യാസ് അല്ലേ. ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടാം. അപ്പൊ ശ്വസനത്തിന് വേണ്ടി ഇൻഹലേഷൻ, ഇൻഹെയിൽ ചെയ്യുന്നത് ഏതാ? ഓക്സിജൻ. ഓക്കെ അല്ലേ? കേട്ടോ. റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി, ഓക്സിജൻ ഗ്യാസ്. ഇനി പിന്നെ അത് കൂടാതെ ഏതൊക്കെയാ? COPD എന്ന് പറഞ്ഞ അവസ്ഥയില് സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, റെസിസിറ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്. ഇതിനൊക്കെ നമ്മൾ ഓക്സിജൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ ഓരോന്നിനും നമുക്ക് ഓരോ ഇതും എടുത്തിട്ട് which medical gas is used, which gas is used for എന്താണ് ട്രോമ പേഷ്യന്റ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഏത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ചോദിക്കാം. ഇനി മൂന്നാമത്തെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കളർ കോഡ് ഗ്രേ ആയിരിക്കും കേട്ടോ. ഗ്രേ.
കാർബൺ ഡൈ ഓക്സൈഡ് കളർ കോഡ് ഗ്രേ. അതായത് ആ പൈപ്പ് ലൈൻ ആണ് കേട്ടോ. അത് ആ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കളർ കോഡാണ് ഗ്രേ എന്ന് പറഞ്ഞാൽ. അല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കളറല്ല കേട്ടോ, കളർ കോഡാണ് അത്. ആ ഗ്യാസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കളർ കോഡാണ് ഇത് ഗ്രേ എന്ന് പറയുന്നത്. ഗ്രേ കളറാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാണിക്കുന്നത്. Carbon dioxide is used for insufflating medical gas for less invasive surgery like laparoscopy. Laparoscopy എന്നാട്ടോ. ടെക്സ്റ്റ് കറക്റ്റ് അല്ലേ? laparoscopy തന്നെയല്ലേ? laparoscopy, arthroscopy, endoscopy, cryotherapy, as well as for respiratory stimulation during and after anesthesia. Okay, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഗ്യാസ് എന്തിനാണ് ഉപയോഗിക്കുന്ന? ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് എന്ന് വെച്ചാൽ ഊതി വീർപ്പിക്കുക. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ, വീർപ്പിക്കാൻ വേണ്ടി, ഊതി വീർപ്പിക്കാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് വീർപ്പിച്ച് നിർത്തണ്ടേ? വയറ് ചെയ്ത് ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എൻഡോസ്കോപ്പി ഒക്കെ? ലാപ്രോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഫസീല ഇവിടെ ഇട്ടിട്ടില്ല, ആർക്കും ചെയ്തിട്ടില്ല. അപ്പൊ വയറ് നമ്മൾ വീർപ്പിച്ച് നിർത്താൻ, അപ്പൊ വയറ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഊതി വീർപ്പിക്കുക, അതാണ് ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവാസീവ് സർജറി. കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ഏതാണ്? വെള്ളം കുടിച്ചല്ലേ? അത് എന്താ പറയാ, പല ടൈപ്പ് ഇത് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എൻഡോസ്കോപ്പി ഇത് തന്നെ പറഞ്ഞേക്കുന്നത്. വെള്ളം കുടിച്ചല്ലേ? വെള്ളം കുടിക്കരുതെന്നല്ലേ എൻഡോസ്കോപ്പി? എങ്ങനെയാ? വയറും ഊതി വീർപ്പിച്ചിട്ട് ആർക്കും ചെയ്തിട്ടില്ല? ഇല്ല. ഇല്ല അല്ലെ? അപ്പൊ ഇതൊക്കെ ഈ പ്രൊസീജിയർ അതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലെസ് ഇൻവാസീവ് സർജറി എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ഇൻവാസീവ്, കുറഞ്ഞ ആക്രമണാത്മകമായ. അതായത് ഇത് വലിയ ഓപ്പൺ സർജറി ഒന്നും അല്ലല്ലോ അല്ലേ? ഇത് വലിയ ഓപ്പൺ സർജറി അല്ലല്ലോ. നമുക്ക് ഇതെന്ന് വെച്ചാൽ കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ഇങ്ങനെയുള്ള സർജറി. ഈ എന്താ പറയാ, ഇപ്പോ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിന് വയറിനൊരു ഇതായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ എൻഡോസ്കോപ്പി ആള് ചെയ്തില്ല കേട്ടോ, കുഴപ്പമില്ല, ഒരാഴ്ച മരുന്ന് കൊടുത്തപ്പോഴേ മാറി എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ അവിടെ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. അത് പല ഇതുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതിനകത്ത് അപ്പോൾ ആ ഡോക്ടറല്ല ഇങ്ങനെ എൻഡോസ്കോപ്പിക്ക് എഴുതി കൊടുത്തു. ബുധനാഴ്ചക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് രാവിലെ 9 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കാം, പിന്നെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല, 3 മണിക്ക് വന്നെന്നാ പറഞ്ഞു. ആള് ചെയ്യാൻ പോയില്ല, മാറി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പൊ 9 മണിക്ക് മുന്നായിട്ട് ഭക്ഷണമോ വെള്ളമോ ഒക്കെ കുടിക്കാം. അതിനുശേഷം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ എന്റെ ബ്രദറിനെ ചെയ്തിട്ടുണ്ടെന്ന്. എന്റെ ഫാദറിന് മകൻ പറഞ്ഞ പോലെയാണ് ആ ഫസീല. അങ്ങനെയാണ് ഹസ്ബൻഡിനോട് പറഞ്ഞത്. അപ്പൊ എന്താ പറയാ, എന്നിട്ട് പറഞ്ഞു 3 മണി വരെ ഒരു പച്ച വെള്ളം പോലും, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാതെ 3 മണിക്ക് ഇവിടെ വരണമെന്ന് അങ്ങനെ പറഞ്ഞു വെക്കേട്ടോ. ഞാൻ പറഞ്ഞു എൻഡോസ്കോപ്പിയ പറഞ്ഞിരുന്നേ. ചെയ്യാൻ പോയില്ലാണ്. ഒരാഴ്ച ടാബ്ലറ്റ് കൊടുത്തു, അത് കഴിച്ചപ്പോ മാറി എന്ന് പറഞ്ഞ് ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോകാന്ന് പറഞ്ഞിരിക്കണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞത് ഗ്യാസ് ലെസ് ഇൻവാസീവ് സർജറി, അതായത് കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള സർജറികൾ. ഏതൊക്കെ? ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പി അറിയാലോ അല്ലെ? നമ്മുടെ വയറിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഈ എന്താ പറയാ, ലാപ്രോസ്കോപ്പി നമ്മള് പ്രഗ്നന്റ് ആവാനൊക്കെ ഇതൊക്കെ അങ്ങനെയുള്ളവർക്ക് ലാപ്രോസ്കോപ്പി ഒക്കെ പറയാറില്ലേ? ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട്, വയറിലൊരു ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് ചെയ്യുന്ന ചെറിയൊരു സർജറി, അതാണ് ലാപ്രോസ്കോപ്പി. പിന്നെ അടുത്തതാണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. ജോയിന്റിന്റെ പ്രശ്നങ്ങൾ. Arthroscopy is a procedure is used for diagnosing and treating
ജോയിന്റ് പ്രോബ്ലം, ജോയിന്റിന്റെ പ്രശ്നങ്ങൾ അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആർത്രോസ്കോപ്പി. ARTHROSCOPY. Arthroscopy is a procedure used for diagnosing and treating joint problem. Just only joint problem note ചെയ്തു. അതിനെ ഡയഗ്നോസിസ് ചെയ്യാൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ആർത്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പി വയറുമായിട്ട് സംബന്ധിച്ച് കേട്ടോ, വയറിന്റെ ഒരു ഇതാണ്. അടുത്തതാണ് എൻഡോസ്കോപ്പി. ഇത് എൻഡോസ്കോപ്പി, അതെ, നമുക്ക് എന്താ പറയാ, എൻഡോസ്കോപ്പി ചെയ്യുന്നത് എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാൽ അത് നമ്മുടെ എന്താണ്, നമുക്ക് വലിയൊരു ഓപ്പൺ സർജറി ചെയ്യാതെ തന്നെ ഒരു ട്യൂബ് നമുക്ക് ബോഡിയിലേക്ക്, മൗത്ത് മിക്കവാറും വായി കൂടെ ആ ട്യൂബ് ഇങ്ങനെ വയറ്റിന്റെ അകത്തേക്ക് ഇട്ടിട്ട് വയറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും അതൊക്കെ നോക്കുന്നത് എൻഡോസ്കോപ്പി. അതും വേറെ എന്താ പറയാ, അങ്ങനെ മുറിവുകൾ വായന്റെ ഉള്ളിൽ കൂടെ തന്നെ വയറ്റിന്റെ അകത്തേക്ക് ഇട്ടിട്ട് അങ്ങനെ നോക്കുന്നതാണ് എൻഡോസ്കോപ്പി. പിന്നെ അടുത്തത് ക്രയോതെറാപ്പി. നമുക്ക് അബ്നോർമൽ ടിഷ്യൂസിനെയൊക്കെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ കളയുന്ന ഒരു ഇതാണ്. എക്സ്ട്രീം കോൾഡ് ടു ഫ്രീസ് ആൻഡ് റിമൂവ് ദ അബ്നോർമൽ ടിഷ്യൂസ്. സ്കിൻ കണ്ടീഷൻ, ക്യാൻസർ, ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഇത് ക്രയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പറഞ്ഞു ഓർത്തിരിക്കാൻ ഇപ്പൊ ഉണ്ട്. സ്കോപ്പി ഒക്കെ ലാസ്റ്റ് വന്നതാണ്. നോക്കിയേ, ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി. ഇതൊക്കെ ലെസ് ഇൻവാസീവ് സർജറിയാണ്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. As well as for respiratory stimulation during and after anesthesia. Anesthesia ചെയ്യുന്ന ശേഷമൊക്കെ നമുക്കൊരു റെസ്പിറേറ്ററി സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി, സ്റ്റിമുലേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. Then carbon dioxide may be piped in a large hospital. Carbon dioxide പൈപ്പ് ലൈനിൽ കൂടെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ബട്ട് മോർ ലൈൻലി കംസ് ഫ്രം ടാങ്ക്. ഇതാണ് ഒരു ടാങ്കിൽ നിന്ന്, മോസ്റ്റ് ആയിട്ട് ഒരു വലിയൊരു ടാങ്ക്, അതിൽ നിന്ന് പൈപ്പ് ലൈനിൽ കൂടിയാണ് ഇത് ഹോസ്പിറ്റലിന്റെ പല ഇതിലേക്കൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണെന്നൊന്നും അങ്ങനെ ചോദിക്കൂല. അതിനകത്ത് ഈ ഓരോന്നും നമുക്ക് ചോദിക്കാം, ഓരോ പോയിന്റ് എടുത്ത് ചോദിക്കാം. വിച്ച് medical gas is used for endoscopy, arthroscopy, cryotherapy, laparoscopy. ആ 4 കാര്യങ്ങളും അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ആ ഫസ്റ്റ് ലൈന് അണ്ടർലൈൻ ചെയ്തത് ലെസ് ഇൻവാസീവ് സർജറി. Carbon dioxide is used for insufflating medical gas or less invasive surgery. കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ഇതിന് ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? അത് ഫസ്റ്റ് നമ്മൾ ആ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞത് എന്താണ്, മെഡിക്കൽ ഗ്യാസ് പേഷ്യന്റിന് കൊടുക്കുന്നതാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യന്റിന് കൊടുക്കുന്നതാണ്. പിന്നെ അടുത്തത് നമ്മള് മെഡിക്കൽ പ്രൊസീജിയറുകള്, ട്രീറ്റ്മെന്റ്, അനസ്തേഷ്യ, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ടൂൾസുകള്, ഡിവൈസുകൾ, ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നു. ആ 2 സെന്റൻസും അവിടെ നോട്ട് ചെയ്തിടാം. ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും. പിന്നെ അടുത്തത് മെഡിക്കൽ ഗ്യാസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്ന ഏരിയകളെ പറഞ്ഞത്. ഹോസ്പിറ്റലില് ഏതൊക്കെ ഏരിയാസിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, അത് നോക്കുക. ഏതൊക്കെയാണ്? റൂം, റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, ഇന്റർവെൻഷൻ ഏരിയ, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്, ICU, ജനറൽ വാർഡ്, ഇതൊക്കെ അവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ്, അതിനകത്ത് ആദ്യം നിങ്ങൾ 3 കളർ കോഡും നോക്കി വെക്കുക. മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ലാസ്റ്റ് ടേബിൾ ആയിട്ട് പറയുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഓക്സിജന്റെ വൈറ്റ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ ആണ്.
മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ ആണ്. ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാനുള്ള ഒരു ക്ലീൻ എയർ ആണ്. ഇതാണ് ഇത് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ല മെയിൻ ആയിട്ട് ഏതൊക്കെ ഗ്യാസുകളാണ്? അത് മിക്സർ ഓഫ് ഗ്യാസസ് ആന്ന് പറഞ്ഞു. മെഡിക്കൽ എയർ എന്ന് പറയുന്നത് മിക്സർ ഓഫ് ഗ്യാസസ്. ഇനി പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? അത് നൈട്രജനും ഓക്സിജനും. അതുകൂടി നോക്കാം. നൈട്രജൻ ഓക്സിജൻ ഗ്യാസ് അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. മിക്സർ ഓഫ് ഗ്യാസസ് ആണ്. അതിനകത്ത് ആ സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ എന്താ പറഞ്ഞത് അതിനകത്ത്? പൊല്യൂഷൻ ഫ്രീ, പാർട്ടിക്കിൾസ് ഫ്രീ, ഓയിൽ, orders and is trying to block build-up in the filtration pipeline. ഇത്രയും നോക്കിയാൽ മതി. പൊല്യൂഷൻ, പാർട്ടിക്കിൾസ് ഫ്രീ, ഓയിൽ, orders. പിന്നെ അടുത്തതാണ് ഓക്സിജൻ. ഓക്സിജന്റെ കളർ കോഡ് വൈറ്റ് പറഞ്ഞു. ഓക്സിജൻ മെഡിക്കൽ ഗ്യാസ് എന്താ മെയിൻ ആയിട്ട് പറയുന്ന? റിസസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. പിന്നെ ഇത് കൂടാതെ മെഡിക്കൽ കണ്ടീഷൻസ് വേറെ പറഞ്ഞു. ഓരോന്നും എടുത്ത് ചോദിക്കാം. COPD, cyanosis, stroke, severe hemorrhage, carbon monoxide poisoning, trauma, cardiovascular and respiratory arrest, resuscitation and life support. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. പിന്നെ അടുത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് എന്തിനാ നമ്മൾ പറഞ്ഞ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്, ഊതി വീർപ്പിക്കുന്നത്. ലെസ് ഇൻവാസീവ് സർജറി, കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള സർജറികളില് ഉപയോഗിക്കുന്നതാണ്. ഊതി വീർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന്റെ കളർ കോഡ് ഏതാണ്? ഗ്രേ ആണ്. ഗ്രേ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി. ഇതിലൊക്കെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തത് പറഞ്ഞത് അത്രയും കാര്യങ്ങളാണ്. ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. അതുകൂടി നോട്ട് ചെയ്യുക കേട്ടോ. Respiratory stimulation or during and after anesthesia. Anesthesia അതിനുശേഷം ഒരു റെസ്പിറേഷന് ഒരു സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം.